10 വർഷത്തെ കണക്ക് നിരത്തണം സർ. സഭയിൽ അബിൻ വർക്കിയുടെ ഈ വാക്കുകൾ മുഴങ്ങുകയായിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുമായി പിണറായി വിജയൻ സർക്കാർ നടത്തിയ അനധികൃത ഇടപാടുകൾ എന്തൊക്കെയെന്ന് കൃത്യമായ കണക്ക് വേണം. ഇതായിരുന്നു മന്ത്രിക്ക് മുന്നിൽ അബിൻ വർക്കിയുടെ ആവശ്യം. 2018 CAG റിപ്പോർട്ട് ഇത് സംബന്ധിച്ച ED അന്വേഷണം കൂടാതെ സൊസൈറ്റിക്ക് ഒരേ സമയം ധാരാളം പ്രവർത്തികൾ ലഭിക്കുന്നുണ്ട്. അതിന്റെ സോഴ്സ് അന്വേഷിക്കണമെന്നും അബിൻ വർക്കി സഭയിൽ ആവശ്യം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPMന്റെ ഇടനെഞ്ചിലേക്കാണ് അത് പതിഞ്ഞത്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായി അവർ അതിൽ എന്തൊക്കെ വഴിതിരിച്ചുള്ള ബന്ധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് കൃത്യമായ കണക്ക് ഇനി പുറത്തേക്ക് വരും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ULCCSനും അതിന്റെ സബ്സിഡിയറി കമ്പനികൾക്കും സർക്കാർ എത്ര രൂപയുടെ പ്രവർത്തികൾ നൽകിയിട്ടുണ്ടെന്നും അതിൽ എത്രയെണ്ണം ടെൻഡർ വഴിയും എത്രയെണ്ണം ടെൻഡർ ഇല്ലാതെയുമാണ് നൽകിയതെന്നും MLA ചോദിക്കുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ അബിൻ വർക്കി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നൽകി. നിലവിലെ നിയന്ത്രണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ULCCSനെ നോൺ PMC കൺസൾട്ടൻസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് പ്രകാരം 1 കോടി രൂപ വരെയുള്ള പ്രവർത്തികൾ അവർക്ക് നോമിനിയായിട്ട് നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ പിന്നീട് ലഭ്യമാക്കുമെന്നും മന്ത്രി ഉറപ്പും നൽകി. ആ കണക്ക് പുറത്തു വരുമ്പോൾ പല മുഖംമൂടികളും അഴിഞ്ഞു വീഴും എന്നതാണ് സത്യം. ജനത്തിന് മുന്നിൽ ഇനി തല താഴ്ത്തിയിരിക്കുന്ന പിണറായി വിജയനെ നമുക്ക് കാണാം. കൃത്യമായ കണക്കുകൾ ഇവിടെ നിരത്തുമെന്ന മന്ത്രിയുടെ ഉറപ്പ് കൂടി വരുമ്പോൾ ഈ വിഷയം ജനത്തിന് മുന്നിൽ തുറന്നിട്ട അബിൻ വർക്കി താരമാവുകയാണ്. സഭയിൽ നടന്ന ആ രംഗങ്ങൾ ചേർക്കുന്നു, കാണാം. ശ്രീ അബിൻ വർക്കി. സർ, ഊരാളുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റ് എ ടൈം എടുക്കാൻ പറ്റുന്ന വർക്കുകളുടെ എമൗണ്ടുമായി ബന്ധപ്പെട്ട് 2018 തന്നെ ഒരു CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു ED അന്വേഷണവും ഊരാളുങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നതായി പത്രവാർത്തകൾ കണ്ടിട്ടുണ്ട്. ഈ അറ്റ് എ ടൈം കുറേയധികം വർക്കുകൾ ഹോൾഡ് ചെയ്ത ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ എന്ന് മൊത്തത്തിൽ പറയപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ എത്ര രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്നും അവരുടെ സബ്സിഡറി കമ്പനി, കാരണം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് ഊരാളുങ്ങളുടെ സബ്സിഡറി കമ്പനിയായ ഇവന്റ് മാനേജ്മെന്റ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ സബ്സിഡറി കമ്പനികൾ മുഖേനയും എത്ര കോടി രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ടെന്നും ഇതിൽ എത്ര കോടി രൂപയുടെ വർക്ക് ടെൻഡർ മുഖേന കൊടുത്തിട്ടുണ്ടെന്നും ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒന്ന് വ്യക്തമാക്കാം. ഈ ചോദ്യത്തിന് വിശദമായി ഒന്ന് മറുപടി പറയണമെങ്കിൽ അത് അടുത്ത് ബന്ധപ്പെട്ട അംഗത്തെ അറിയിക്കാം. പിന്നെ ഈ കോൺട്രാക്ട് ഇല്ലാതെ ഇപ്പോൾ ULCCയിൽ നിലവിൽ നോൺ PMC കൺസൾട്ടൻസിയാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ 1 കോടി രൂപ വരെയുള്ള വർക്ക് അവർക്ക് നോമിനിയായിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം. മറ്റു കാര്യങ്ങൾ